ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രൈമറി കീയെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി പ്രൈമറി കീയെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. പ്രൈമറി കീ എന്തിന് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ, ഒരു ടേബിളിൽ നമുക്കൊരു റോസിനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രൈമറി കീ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ടേബിളിൽ ഒരു കോളത്തിന് നമ്മൾ പ്രൈമറി കീ അപ്ലൈ ചെയ്താൽ ആ കോളത്തിലെ ഓരോ വാല്യൂസും യുണീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ആ കോളത്തിൽ നൾ വാല്യൂസ് ഉണ്ടായിരിക്കുന്നതുമല്ല. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻസ് ടേബിൾ എടുത്താൽ അതിൽ നിന്ന് നമുക്കൊരു സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യണം. സെയിം നെയിമുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആ സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുക എന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ നമ്മൾ അതിന് പകരം അവരുടെ റോൾ നമ്പർ വെച്ചാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ റോൾ നമ്പർ അവിടെ യുണീക്കാണ്. സോ നമുക്ക് പ്രൈമറി കീ റോൾ നമ്പറിനായിരിക്കും അവിടെ കൊടുക്കുക. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, റോൾ നമ്പർ അതുപോലെ തന്നെ സ്റ്റുഡൻറ് നെയിം, ഈ രണ്ട് കോളമാണ് നമ്മുടെ ടേബിളിൽ ഉള്ളത്. സോ ഇനി നമ്മളിവിടെ പ്രൈമറി കീ അപ്ലൈ ചെയ്യാൻ പോകുന്നത് റോൾ നമ്പറിനാണ്. ഓക്കെ, എക്സിക്യൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിൾ റോൾ നമ്പർ എന്ന കോളവും അതുപോലെ തന്നെ സ്റ്റുഡൻറ് നെയിം എന്ന കോളവും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മളൊരു എക്സിസ്റ്റിംഗ് ടേബിളിൽ എങ്ങനെ പ്രൈമറി കീ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. മുമ്പ് ക്രിയേറ്റ് ചെയ്തൊരു ടെസ്റ്റ് എന്നൊരു ടേബിൾ കാണാം. അതിൽ നമുക്ക് പ്രൈമറി കീ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ പ്രൈമറി കീ കൊടുക്കാൻ പോകുന്നത് ടെസ്റ്റിലെ കോളംസിലെ ആഡഡ് ടൈം, ആഡഡ് ഡേറ്റ്, ഡേറ്റ് ടൈം, 3 കോളമാണുള്ളത്. ഇതിൽ നമുക്ക് തൽക്കാലം ആഡ് ടൈം എന്നൊരു കോളത്തിന് കൊടുക്കാം. ആഡ് അല്ല, അഡ്മിഷൻ ടൈം എന്നാണ്. ADM ടൈം. ഇവിടെ എറർ വന്നിരിക്കുന്നു. കാരണം ഇവിടെ പറയുന്നുണ്ട് ഇൻവാലിഡ് യൂസ് ഓഫ് നൾ വാല്യൂ. അതായത് നമ്മൾ കൊടുത്ത അഡ്മിഷൻ ടൈം എന്ന കോളത്തിൽ നൾ വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് പ്രൈമറി കീ കൊടുക്കാൻ സാധിക്കാത്തത്. ഇതാണ് നമ്മുടെ അഡ്മിഷൻ ടൈം എന്ന കോളം, അതിൽ നൾ വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എറർ വന്നത്. പക്ഷേ അഡ്മിഷൻ ഡേറ്റ് എന്ന കോളത്തിൽ നൾ വാല്യൂ ഇല്ല. അതുകൊണ്ട് നമുക്ക് ആ കോളത്തിന് പ്രൈമറി കീ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അഡ്മിഷൻ ഡേറ്റ് എന്ന കോളം ആണ് ഇവിടെ പ്രൈമറി കീ. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻസ് എന്ന ടേബിളിലേക്ക് റോസ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, എക്സിക്യൂട്ട്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ റോൾ നമ്പർ, സ്റ്റുഡൻറ് നെയിം എന്ന 2 കോളം. ഇതിൽ ഫസ്റ്റ് റോ റോൾ നമ്പർ 1, നെയിം സുജിത്. ഇനി ഒരു റോ കൂടി ആഡ് ചെയ്യാം, റോൾ നമ്പർ 2, അർജു. എക്സിക്യൂട്ട്.
ഓക്കെ, ഇതുപോലെ നമുക്ക് എത്ര റോ വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ, അതായത് റോൾ നമ്പർ 2 റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. എക്സിക്യൂട്ട്. ഇവിടെ എറർ വന്നിട്ടുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി. അതായത് നമ്മൾ സ്റ്റുഡൻസിൽ നമ്മളിവിടെ പ്രൈമറി കീ കൊടുത്തിരുന്നു റോൾ നമ്പർ എന്ന കോളത്തിന്. അതുകൊണ്ട് തന്നെ ആ കോളത്തിൽ ഓരോ വാല്യൂവും യുണീക്ക് ആയിരിക്കണം. പക്ഷെ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ കൊടുത്തത് കൊണ്ട് അത് എറർ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈമറി കീ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് യുണീക്ക്ലി ഒരു റോയെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓട്ടോ ഇൻക്രിമെന്റ് ആണ്. പേര് പോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ ഓരോ തവണയും നമ്മൾ ഇവിടെ ഇങ്ങനെ റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു വരും. അതായത് നമ്മൾ ഫസ്റ്റ് 1 എന്ന് കൊടുത്തു, രണ്ടാമത്തതിൽ നമ്മൾ നെയിം മാത്രം കൊടുത്താൽ മതി. സുജിത്, അർജുൻ, അങ്ങനെ ഓരോ നെയിമും കൊടുക്കുക. ഇവിടെ വാല്യൂ, റോൾ നമ്പറിന്റെ വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് വരും. 1 2 3 4 5 അങ്ങനെ. ഇതിനാണ് നമ്മൾ ഓട്ടോ ഇൻക്രിമെന്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ആദ്യം ഈ ടേബിൾ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ന്യൂ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, റോൾ നമ്പർ ആണ് പ്രൈമറി കീ ആയി കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഓട്ടോ ഇൻക്രിമെന്റ് കൊടുക്കുന്നതും റോൾ നമ്പർ തന്നെ. ഓക്കെ, പ്രൈമറി കീ ആണല്ലോ നമുക്ക് യൂണീക്ക് ആയിരിക്കേണ്ടത്. ഓക്കെ, എക്സിക്യൂട്ട്. ഇനി വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻസ്. ഇനി നമ്മുടെ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന കോളം സ്റ്റുഡന്റ് നെയിം. നമ്മുടെ റോൾ നമ്പർ എന്ന കോളത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രീസ് ആവും. ഓക്കെ, ഇവിടെ റോൾ നമ്പർ 1 നമ്മൾ കൊടുത്തത് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത നെയിം സുജിത്ത് കഴിഞ്ഞ് അർജുൻ. എക്സിക്യൂട്ട്. ഇവിടെ 2 ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രിമെന്റ് വന്നു. ഓക്കെ, ഇവിടെ ഓട്ടോമാറ്റിക് ആയി ഇൻക്രിമെന്റ് വന്നത് നമുക്ക് കാണാം. ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റുഡന്റ് ഐ ഡി, റോൾ നമ്പർ, എംപ്ലോയി ഐ ഡി ഒക്കെ അങ്ങനെ ഓട്ടോമാറ്റിക് ആയി ഇൻക്രിമെന്റ് ചെയ്യുന്നതിനാണ് ഓട്ടോ ഇൻക്രിമെന്റ് ആട്രിബ്യൂട്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ 1 എന്നുള്ളതിന് പകരം 1000 ആക്കാം. അപ്പോൾ റിപ്പീറ്റ് ആയിട്ട് 1001, 1002, 1003 അങ്ങനെ വരും. അതിനെ അൾട്ടർ ടേബിൾ കൊടുത്തിട്ട് ഓട്ടോ ഇൻക്രിമെന്റ് നമ്പർ ഏത് നമ്പറാണോ വേണ്ടത് അത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഈ വീഡിയോയിൽ വീണ്ടും പറഞ്ഞു. വീഡിയോ ലാഗ് ആക്കിയിട്ടില്ല. സോ മുൻപ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ അതിന്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അത് കണ്ട് മനസ്സിലാക്കാം. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.